ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പാഞ്ഞാൾ 12ാം വാർഡ് UDF സ്ഥാനാർത്ഥി വടക്കേപ്പാട്ട് രേണുകയുടെ പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക്. പ്രമുഖ നേതാക്കൾ ഇന്നത്തെ പ്രചാരണത്തിൽ പങ്കെടുത്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി വടക്കേപ്പാട്ട് രേണുകയുടെ പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടന്നു. ജനാധിപത്യ മുന്നണി UDFന്റെ 12ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഞാൻ. കോണിയാണ് എൻ്റെ ചിഹ്നം. ബ്ലോക്കിലേക്ക് നിൽക്കുന്നത് പ്രമീള കോണിയാണ് അവരെയും ചിഹ്നം. ജില്ലയിലേക്ക് നിൽക്കുന്നത് മായേച്ചിയാണ്. മായേച്ചിയുടെ കൈപ്പത്തിയാണ് ചിഹ്നം. എല്ലാവർക്കും എല്ലാവിധ സഹായങ്ങളും എല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് 3 പേരെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിജയമുറപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി പ്രമുഖ നേതാക്കളെ അണിനിരത്തിയാണ് ഇന്ന് കാട്ടിൽക്കാവ് കവലയിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. 2005 മുതൽ 2015 വരെ പഞ്ചായത്ത് അംഗമായിരുന്നു ഞാൻ. തുടർന്ന് 10 വർഷത്തോളം ജനങ്ങളുടെ ഒപ്പം തന്നെ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങളുമായി പൊതുരംഗത്ത് സജീവമാണ്. തുടർന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ ഞങ്ങൾ ഒരു ടീമായി ഈ നാടിൻ്റെ വികസനത്തിനൊപ്പം ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. എല്ലാ നല്ലവരായ സമ്മതിദായകരും വോട്ടുകൾ ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന്. ഞാൻ ബ്ലോക്കിലേക്ക് പാഞ്ഞാൾ ഡിവിഷനിൽ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നു. ചിഹ്നം കോണിയാണ്. ഞങ്ങളെ 3 പേരെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേലക്കര നിയോജക മണ്ഡലം UDF ചെയർമാൻ PM അമീറാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 3 സ്ഥാനാർത്ഥികളുടെ 12ാം വാർഡിലെ ഒരു ബൂത്തിലെ പര്യടന പരിപാടിയാണ് ഇന്ന് പാഞ്ഞാൾ ഈ കാട്ടിൽക്കാവ് സെൻറ്ററിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി 3 പേരെയും കഴിഞ്ഞ കാലങ്ങളിൽ പൊതുപ്രവർത്തന രംഗത്ത് ഏറെ പരിചയമുള്ള 3 പേരെയാണ് UDF അവതരിപ്പിച്ചിട്ടുള്ളത്. 5 വർഷമായി ഈ പഞ്ചായത്ത് ഭരിച്ചു മുടിച്ച ഇടതുപക്ഷത്തിനെതിരെയും മനുഷ്യരെ തമ്മിൽ വർഗീയമായി വേർതിരിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണമായ മറ്റൊരു മുന്നണിയെയും അവർക്കെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്. നിങ്ങൾക്കറിയാം, ശബരിമല ഉൾപ്പെടെ എല്ലാ മേഖലകളും കട്ടുമുടിച്ച ഒരു സംവിധാനമുള്ള പിണറായി സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അവരുടെ നിലപാടുകൾക്കെതിരെയാണ് കഴിഞ്ഞ 5 വർഷമായി ഈ പഞ്ചായത്ത് ഭരിച്ചു മുടിച്ച റോഡുകൾ ഉൾപ്പെടെ എല്ലാ രംഗത്തും വലിയ രീതിയിലുള്ള പിന്നോക്കാവസ്ഥ സൃഷ്ടിച്ച ഇടതുപക്ഷ സംവിധാനത്തിനെതിരെയാണ് ഞങ്ങൾ UDF സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. തീർച്ചയായും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ പാഞ്ഞാൾ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്നതിന് UDFന്റെ ഈ കരുത്തുറ്റ പ്രവർത്തകരെ ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്നതിന്, ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്നതിന് ഇവരെ 3 പേരെയും അവരുടെ ചിഹ്നമായ കോണി കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്ഥാനാർത്ഥി രേണുകയെ കൂടാതെ UDFന്റെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷമായി യാതൊരു വികസന പ്രവർത്തനവും ഇല്ലാതെ മുരടിച്ചു കിടക്കുന്ന ഈ പഞ്ചായത്തിനെ ഒന്ന് ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മായിച്ചേച്ചിയെയും അതുപോലെ തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന പ്രമീളയും അതുപോലെ തന്നെ രേണുകയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും വാർഡ് സ്ഥാനാർത്ഥികൾ അനവധിയുണ്ട്. ഇവിടെ എല്ലാവരും നല്ല പ്രവർത്തന പരിചയം ഉള്ള സ്ഥാനാർത്ഥികളാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അവരെല്ലാം വളരെ മിടുക്കികളുമായ സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും വിജയിക്കട്ടെ. വിജയത്തിന് വേണ്ടി ഈ പ്രദേശത്ത് എല്ലാവരും അവരുടെ കൂടെ നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 11ാം വാർഡ് സ്ഥാനാർത്ഥി ഗിരിജ വല്ലഭൻ, മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ, മുതിർന്ന നേതാക്കളായ KC ശിവദാസൻ, മജീദ് തുടങ്ങിയവരും വോട്ടർമാരുമായി സംവദിച്ച് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചു. വാർഡിൽ മികച്ച വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ UDF മുന്നണി പ്രചാരണം ശക്തമാക്കുകയാണ്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൈത്തിരി കത്തിച്ചിട്ടുള്ള നമ്മുടെ മുന്നണി, അല്ലെങ്കിൽ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ അപകടമുണ്ടായപ്പോൾ തന്നെ അതിനെയെല്ലാം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീ K. കരുണാകരനും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഒരുക്കിയിട്ടുള്ള ഈ മുന്നണി, ആ മുന്നണി ഇവിടെ
സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ ഈ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പേരുകേട്ടുള്ള കാട്ടിൽക്കാവിൻ്റെ മണ്ണിൽ മറ്റൊരു വിഭാഗീയതയ്ക്കും മറ്റൊരു പ്രശ്നങ്ങൾക്കും താല്പര്യമില്ലെന്നും ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ ഈ പറയുന്ന ഇനി വരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാഞ്ഞ പഞ്ചായത്തിൽ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാ ഭാഗങ്ങളിലേക്കും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.